രാജ്യത്തൊട്ടാകെ ആരാധകരുള്ളവരാണ് തെന്നിന്ത്യൻ താരങ്ങൾ. ബോളിവുഡിനെ അമ്പരപ്പിച്ചാണ് തെന്നിന്ത്യൻ സിനിമകൾ കളക്ഷനിൽ നിലവിൽ വൻ റെക്കോർഡുകൾ തിരുത്തുന്നത്. ജനുവരി മുതൽ മാർച്ച് മാസം വരെ ഗൂഗിളിൽ ട്രെൻഡായവരിൽ മുൻനിരയിലുള്ള തെന്നിന്ത്യൻ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടതും ചർച്ചയാകുന്നതാണ്. ബോക്സ് ഓഫീസ് സൗത്ത് ഇന്ത്യയാണ് താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ജനുവരി മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ ട്രെൻഡായവരിൽ ഒന്നാമതുള്ള തെന്നിന്ത്യൻ താരം തമിഴകത്തിന്റെ ദളപതി വിജയാണ്. ദളപതി വിജയ് നായകനായ ചിത്രമായ ദ ഗോട്ടാണ് ഇനി പ്രദർശനത്തിന് എത്താനുള്ളത്. തിരുവനന്തപുരത്തടക്കം ക്ലൈമാക്സ് ചിത്രീകരിച്ച് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ വൻ മേക്ക് ഓവറിലാണ് വിജയ് എത്തുക എന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതും വിജയെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സഹായിച്ചു. തെന്നിന്ത്യയിൽ രണ്ടാം സ്ഥാനത്ത് പ്രിയതാരം മഹേഷ് ബാബു ആണ്. മഹേഷ് ബാബുവിന്റേതായി ഗുണ്ടൂർക്കാരം സിനിമ അടുത്തിടെ പ്രദർശനത്തിനെത്തിയിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ വൻ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. കൽക്കി 2898 AD സിനിമയിലൂടെ വാർത്തകളിൽ രാജ്യത്താകെ നിറഞ്ഞു നിൽക്കുന്ന പ്രഭാസാണ് തെന്നിന്ത്യൻ താരങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ളത്. വേട്ടയൻ എന്ന പുതിയ ചിത്രത്തിന്റെ വാർത്തകളിൽ ശ്രദ്ധയാകർഷിച്ച നടൻ രജനീകാന്ത് തെന്നിന്ത്യൻ താരങ്ങളിൽ 4ാം സ്ഥാനത്ത് ഇടം നേടിയിട്ടുണ്ട്. തൊട്ടു പിന്നിൽ അല്ലു അർജുനാണ്. 6ാമനായി ധനുഷും 7ാമനായി കങ്കുവയിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സൂര്യയുമുണ്ട്. 8ാം സ്ഥാനം മമ്മൂട്ടിയുമാണെന്നാണ് താരങ്ങളുടെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത്. 9ാം സ്ഥാനത്ത് ചിരഞ്ജീവിയാണ് തെന്നിന്ത്യൻ താരങ്ങളിൽ ഇടം നേടിയിരിക്കുന്നതെന്നതും പ്രസക്തമായ ഒന്നാണ്. 10ാമത് രാംചരണുമാണ് ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. തെന്നിന്ത്യയിലെ മികച്ച നടന്മാരായ മോഹൻലാലും കമലഹാസനും ഈ പട്ടികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇല്ല എന്നതും ശ്രദ്ധേയമായ ഒന്നാണ്.